നമസ്കാരം. അവസാനം ഇറാൻ സമ്മതിച്ചു, നിർത്താം തലവെട്ടൽ. പശ്ചിമേഷ്യയെ ചാരമാക്കി അമേരിക്കൻ മിസൈലുകൾ പായുന്നു. പശ്ചിമേഷ്യയെ ചാരമാക്കിക്കൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇറാൻ യുദ്ധത്തിനൊടുവിൽ ഒരു അന്ത്യം കുറിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇറാനുമായുള്ള സമാധാന കരാർ പൂർണ്ണമായിട്ടും ഔദ്യോഗികമായിട്ട് പൂർത്തിയായതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണക്കപ്പൽ ചാലായിട്ടുള്ള ഹോർമൂസ് കടലുകൾക്ക് ഉടനടി തുറന്നു കൊടുക്കുവാനും ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന US നാവികസേനയുടെ കടുത്ത ഉപരോധം അത് അടിയന്തരമായിട്ട് പിൻവലിക്കുവാനും ട്രംപ് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് വീണ്ടും യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്ര മാത്രമാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായിട്ടുള്ള കരാർ ഇപ്പോൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഹോർമൂസ് കടലുകൾക്ക് യാതൊരുവിധ ടോളുമില്ലാതെ സൗജന്യമായിട്ട് തുറന്നെടുക്കുവാൻ ഞാൻ ഇതിനാൽ പൂർണ്ണ അധികാരം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇറാനുമേലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയുടെ ഉപരോധം ഉടനടി പിൻവലിക്കുവാനും ഉത്തരവിടുന്നു എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ലോകത്തിലെ കപ്പലുകളെ നിങ്ങളുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഇതുവഴി കടന്നു വരൂ, ഇനി എണ്ണ ഒഴുകട്ടെ ഈ നാടുകളിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കരാർ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇസ്രായേൽ ബെയ്റൂട്ടിൽ ബോംബാക്രമണം നടത്തിയത് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അത് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത് ഇറാൻ ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന കടുത്ത ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് തന്റെ അതിശക്തമായിട്ടുള്ള നയതന്ത്ര ഇടപെടലിലൂടെ ഇറാന്റെ പിണക്കം മാറ്റുകയും കരാർ അന്തിമ രൂപത്തിൽ എത്തിക്കുകയുമായിരുന്നു. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ രഹസ്യ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കരാർ യാഥാർത്ഥ്യമായ വിവരം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതീവ സങ്കീർണമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ എത്തിച്ചേർന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുന്നണികളിലും ഉടനടി ശാശ്വതമായിട്ടുള്ള യുദ്ധവിരാമം പ്രഖ്യാപിക്കുവാൻ ഇരുപക്ഷവും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെ ഉള്ളവർ ഇതിനകത്ത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവരെ രണ്ടുപേരെയും ഇറാനെയും അമേരിക്കയും എത്തിച്ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടേണ്ടത്. സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരിക്കും ഇരു രാജ്യങ്ങളും കരാറിൽ ഔദ്യോഗികമായിട്ട് ഒപ്പുവയ്ക്കാൻ പോകുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28 ഇറാൻ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായിട്ടും അടച്ചുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ആകെ എണ്ണ പ്രകൃതി വാതക വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന മെയിൻ റൂട്ടാണ് ഈ ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഏപ്രിലിൽ അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങൾ നാവികസേനയെ വെച്ച് ഉപരോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹോർമൂസ് തുറക്കുന്നതോടെ മാസങ്ങളായി കടലിൽ കുടുങ്ങിക്കിടക്കുന്ന 500-ലധികം വരുന്ന ഇന്ത്യൻ നാവികർ അടക്കമുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങുകയാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഒപ്പുവെച്ച കരാറിലെ സമ്പൂർണ്ണ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമായിട്ട് ഇറാൻ ഹോർമൂസ് കടലെടുക്ക് തുറക്കും. ഹോർമൂസിൽ US തുടരുന്ന നാവിക ഉപരോധം പിൻവലിക്കും. ഇറാനുമേലുള്ള ഉപരോധം പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കരടിലുണ്ട്. ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം, ആ യുറേനിയത്തിന്റെ ശേഖരം ലഘൂകരിക്കും. ഇതെങ്ങനെ നടപ്പിലാക്കണം എന്നതിനെപ്പറ്റി ഇരുപക്ഷവും അടുത്ത 60 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്ത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അവിടെയാണ് അന്തിമ കരാർ വരുന്നത് വരെ നിലവിലെ ആണവ നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യില്ല എന്ന് സമ്മതിച്ചതായിട്ടും സമാധാന കരാറിന്റെ കരടിൽ വ്യക്തമാക്കുകയാണ്. ഇതിൽ ഏതൊക്കെ യാഥാർത്ഥ്യമാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇറാന്റെ എണ്ണയ്ക്ക് മേൽ US ഏർപ്പെടുത്തിയ എല്ലാ ഉപരോധവും നിശ്ചിത കാലത്തേക്ക് US പിൻവലിക്കുന്ന സാഹചര്യമാണ്. ഇറാൻ എണ്ണ കയറ്റുമതി തുടരുവാനും വരുമാനം ഉണ്ടാക്കുവാനും ഇതിലൂടെ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. വിദേശത്ത് മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ അത് US വിട്ടു നൽകുവാനുള്ള സാഹചര്യം. ഏകദേശം $25 ബില്യൺ ഫണ്ട് ഇത്തരത്തിൽ ഇറാന് ഉടൻ ലഭിക്കും. നേരിട്ടുള്ള പണക്കൈമാറ്റം, പ്രാദേശിക രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം, സാമ്പത്തിക ക്രെഡിറ്റ് ലൈനുകൾ നീട്ടി നൽകാൻ ഇതിലൂടെയൊക്കെ സാധിക്കുമെന്നാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ട്രംപിന് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാകൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നു. കാരണം ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ അവിടെ ഈ പറയുന്നത് പോലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ ഒരു വല്ലാത്ത മൂർധന്യാവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോൾ യുദ്ധം കൂടി ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും ഇറാൻ ജനതയെ ബാധിക്കുന്നത് പോലെ തന്നെ അമേരിക്കൻ ജനതയെ ബാധിക്കും. മാത്രമല്ല സ്വന്തം പാർട്ടിക്കാർ തന്നെ ട്രംപിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യവും അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ ഇറാനും അമേരിക്കയും ചേർന്ന് സമ്മതിച്ചിരിക്കുന്നു, ഇനി നമുക്ക് ഈ തലവെട്ടലൊക്കെ നിർത്താം, പകരം യുദ്ധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമാധാന കരാറിലേക്ക് എത്താം എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇനി ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തിന്റെ സാധ്യതകൾ ഉണ്ടോ? ഈ 60 ദിവസത്തെ ഈ ടെമ്പററി പീരീഡിനിടയിൽ വെച്ചപ്പോഴെങ്കിലും അമേരിക്ക അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ അമേരിക്കൻ മിസൈലുകൾ ഈ പശ്ചിമേഷ്യയെ ചാരമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.